ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നാര. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നാര. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടും അടിപൊളിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സൂപ്പറായിട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടൈം വന്നിട്ട് 6:15 ഈവനിങ്. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ നമ്മുടെ വിൻ്റർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ജാക്കറ്റ്സും ബൂട്ട്സും ഗ്ലൗസും ഒക്കെ വാങ്ങാനായിട്ടും പിന്നെ അപ്പാർട്ട്മെൻറ്റിലോട്ട് മൂവ് ചെയ്യുവാണ്. സോ അവിടെ റൂമിൽ പേഴ്സണലായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ്. എന്താ ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതാണ് കിരൺ ചേട്ടൻ. അപ്പോൾ നമ്മൾ വിൻ്റർ ഷോപ്പിങ്ങിന് വന്നതാണ്. സോ എക്സൈറ്റഡ് ഒന്നുമല്ല, ബട്ട് യാ വിൽ സീ. അപ്പോൾ നമുക്ക് പോയി ഏതാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ് ചേട്ടാ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഔട്ട്ലെറ്റ് മോളല്ലേ? ഓക്കെ, ഔട്ട്ലെറ്റ് മോളാണ് വന്നിരിക്കുന്നത്. സോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ബൈ. Okay, there. Hi. ഇത് സെൻറ്റ് കാത്തറിൻസിലുള്ള ഔട്ട്ലെറ്റ് മോളാണ്. നല്ല രസമാണ് കേട്ടോ. അവിടെ ആകെ ഈ ഒരു മോളാണുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ കുറച്ച് നേരത്തെ വിൻ്റർ ഷോപ്പിംഗ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ കുറേ ജാക്കറ്റ്സൊക്കെ ട്രൈ ചെയ്തു. ഈ ഒരു ജാക്കറ്റ് എനിക്ക് ഇഷ്ടമായി, ഒരു ബ്ലാക്ക്. പക്ഷേ കറക്റ്റ് ഫിറ്റല്ല, നല്ല ലൂസാട്ടോ. എനിക്കിതിൽ എന്നെ കണ്ടപ്പോൾ ഞാനൊരു പെങ്കുവിനെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ ഒരു കൗതുകം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ ഇതേ നന്ദിനിയും എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല. സ്റ്റിൽ ഞങ്ങളിങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നു എന്തെങ്കിലും ഉണ്ടോ. അപ്പോഴൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷെ ഒന്നും എടുത്തില്ല. എന്നാലും ഞങ്ങളിങ്ങനെ കറങ്ങി ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കുറേ ഷോപ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലായിട്ട് കയറിയതിലുള്ള ആ ഒരു ഫുൾ ജാക്കറ്റ് എനിക്ക് ഇഷ്ടമായി. അത് വന്നിട്ട് $150 ആണ്. ഇവിടെയൊക്കെ സെയിൽ നടപ്പുണ്ട്. ചിലയിടത്തൊക്കെ $120 ഹാഫ് പ്രൈസിനൊക്കെ ഉള്ളതുണ്ട്. $60-70 ഉള്ള ജാക്കറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇത്രയും ലോങ് ആൻഡ് ഭയങ്കര നമുക്കൊരു തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു കട്ടിയുള്ള ജാക്കറ്റ് അല്ല അത്. ഞാൻ നല്ല കട്ടിയുള്ള ജാക്കറ്റാണ് നോക്കുന്നത്. ഇനി ഇത് ഇവിടെ ഓൾഡ് നേവി എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഔട്ട്ലെറ്റാണ് കയറാൻ പോകുന്നത്. ഇവിടെ 60% ഓഫ് അടക്കമാണ്. അങ്ങോട്ട് കയറട്ടെ. ഗായ്സ്, സമയം ഇപ്പം ഇവിടെ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് നോക്കി വെച്ച ഒരു ജാക്കറ്റ് മാത്രമാണ് എനിക്കിഷ്ടമായത്. അതിനുശേഷം കുറേ ജാക്കറ്റ്സ് ഞാൻ ട്രൈ ചെയ്തു. അതൊന്നും എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതാണ് മെയിൻ സംഗതി. അപ്പോൾ ഇവിടെ ഈ ഒരു ഔട്ട്ലെറ്റ് മോളിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഷോപ്സിലായിട്ട് കയറി ഇറങ്ങി നടക്കുവാണ്. അപ്പം നോക്കട്ടെ, അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ, നല്ല തണുപ്പുണ്ട്. ആക്ച്വലി ഞാൻ ജാക്കറ്റ് എടുക്കാൻ മറന്നു. എന്നോട് 5 മണിക്ക് പിക്ക് ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടുത്തെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മറന്നുപോയി. പിന്നെ പെട്ടെന്ന് കിട്ടിയൊരു ഷർട്ട് കയ്യിലെടുത്തിട്ടു. ഇതെൻ്റെ ഫേവറേറ്റ് ഷർട്ടാണ്. എൻ്റെ ഫേവറേറ്റ് പേഴ്സൻ്റെ ഷർട്ടാണ്. അങ്ങനെയാണ് കാര്യം. തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുൽഫത്തിൻ്റെ ഷർട്ടാണ്. ഗായ്സ്, ആക്ച്വലി ഞാൻ പിന്നെയും കുറേ കടകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടായക മാത്രമല്ല, ആ ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ആ ഒരു ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ഇങ്ങനെ ഉറപ്പുള്ള ഒന്നും എനിക്കങ്ങനെ വേറെ ഒന്നും തോന്നിയിട്ടില്ല. തോന്നിയതിനൊക്കെ നല്ല $200-500 ഡോളറൊക്കെയാണ്.
അപ്പം ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നത് 150യും 100ൻ്റെ ഉള്ള ഏതോ ഒന്നുണ്ട്, അത് ഞാൻ മറന്നു. എനിവേ പിന്നെ എന്തുവായിരുന്നു ഇപ്പം ഇങ്ങനെ വീട്ടിൽ ഞാനിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ലോണ്ട്രി ചെയ്യാനായിട്ട് ഇട്ടിട്ട് വന്നത്. അതെന്താവും എന്നെനിക്കറിയത്തില്ല. മേ ബി അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ഡ്രൈക്ക് ആയി കിടക്കുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊരു എന്തെങ്കിലും ഇങ്ങനെ ഒരു ചൂടായിട്ട് കഴിക്കണം എന്നുള്ളൊരു കോഫി കുടിക്കുക, എന്തെങ്കിലും ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. നോക്കാം. സോ ഗൈസ്, അങ്ങനെ വിൻ്റർ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. ഞങ്ങൾ എന്തുവാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവർ വിൻ്റർ അടുക്കാറാവുമ്പോഴത്തേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വിലയൊക്കെ കുറച്ച് കൂടി കിടക്കും, ആ സമയമാകുമ്പോൾ കുറച്ചുകൂടെ കുറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലെറ്റ് മോളൊന്ന് കറങ്ങി കാണാം. ഓക്കെ, എന്തുവാടാ? ഓ, ദ ഇന്ത്യൻ കിച്ചൺ അരോമ. ഞാൻ അവിടെ നിന്നൊരു ചെറിയ സ്മോൾ ഒരു ഫ്രൈസ് വാങ്ങിച്ചായിരുന്നു. $4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഉമ്പിടി ഫ്രൈസ് വാങ്ങിച്ചു, അത് കഴിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, തിരിച്ച് ഈ മോളിൽ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. വിൽ സീ. ഓക്കെ, യു ഗൈസ് ഹാവ് ടു വെയിറ്റ്. ഓക്കെ, ഇത് ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കണ്ടോ. സോ ഇത് നമുക്കൊരു ദിസ് ഇസ് എ ഫുഡ് കോർട്ട് ആക്ച്വലി. നമ്മളിവിടെ ഫുഡിനെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഓർഡർ ചെയ്തതേ ഉള്ളൂ, അപ്പോൾ ഫുഡ് വരട്ടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ബ്രോസ്റ്റഡ് ആയിരുന്നു കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരുന്നു. എനിക്ക് നാട്ടിലത്തേനേക്കാളും ഭയങ്കര ഒരു ഫ്ലേവേഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്പൈസി ഉണ്ടായിരുന്നു, നോർമൽ ഉണ്ടായിരുന്നു. ഞാൻ നോർമലാണ് ട്രൈ ചെയ്തത്. സ്പൈസി 2 പീസ് ബാക്കി വന്നപ്പോൾ അത് ഞാൻ പാഴ്സൽ ചെയ്തിട്ടുണ്ട്. സോ വീട്ടിൽ കൊണ്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. എടാ, ഇവിടെ കൂടെയും കയറാം. നമ്മളിവിടെ വന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മറ്റന്നാളോ നാളെയോ ആകുമ്പോഴത്തേക്കും ബ്രാൻഡ്ഫോർഡിലോട്ട് പോകും. അപ്പം റൂമിലെത്തേക്ക് പേഴ്സണലായിട്ട് കുറേ സാധനങ്ങൾ, ഈ ഹാങ്ങർ, ഡസ്റ്റ്ബിൻ, ലോണ്ട്രി ബോക്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ മേടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ കാട്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നോക്കി പോവാം. എന്ത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. ഓക്കെ. അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നേരെ ഐ ഗെസ് വീട്ടിലോട്ടാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി ഡിന്നർ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീട്ടിൽ പോവാം. ഞാൻ ലോണ്ട്രി ചെയ്യാൻ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. പോയി നോക്കണം. നല്ല തണുപ്പുണ്ട്. So this is our fruit salad. This guy is making he's shy. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഇങ്ങനെ സ്വീറ്റായിട്ട് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇവിടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ആപ്പിൾ, പിന്നെന്താ ഗ്രേപ്സ്, സ്ട്രോബെറി, അങ്ങനെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പീനട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാമൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സെറ്റാക്കി കൊണ്ടിരിക്കുവാണ്. സോ ഗൈസ്, നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിലെത്തി.
അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് കുറച്ച് നാളായിട്ട് വന്നിരിക്കുമായിരുന്നു ഷോപ്പിൽ. ഇന്നാണ് എനിക്ക് എടുത്തിട്ട് വരാൻ പറ്റിയത്. സോ ദേ എൻ്റെ ലാപ്ടോപ്പ് വന്നിട്ടുണ്ട് കോളേജിൽ നിന്ന്. സോ യാ, എനിക്ക് നാട്ടിൽ ആക്ച്വലി ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഞാനത് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ട് വന്നു. കാരണം കോളേജിൽ നിന്ന് എന്തായാലും ലാപ്ടോപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ വെറുതെ 2 ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തിട്ട് വന്നു. ഈ ഷർട്ട് ഇട്ടിരിക്കുന്ന ഫ്രണ്ടിന് തന്നെയാണ്. ഈ ഷർട്ടിൻ്റെ ഉടമസ്ഥയ്ക്കാണ് ഞാൻ കൊടുത്തിട്ട് വന്നത്. ആക്ച്വലി ഐ മിസ് സുൽഫു ബാഡ്ലി. എനിവേ, അപ്പം നമുക്കിത് പിന്നെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ വീഡിയോ എടുക്കാം. കാരണം ഞാൻ ഭയങ്കര ടയർഡാണ്. സമയം ഏതാണ്ട് മണി എത്രയായി? ടൈം ആക്ച്വലി 12 മണിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഉറങ്ങിയേ പറ്റത്തുള്ളൂ. ഞാനിവിടെ ലോണ്ട്രി ഇട്ടിട്ടാണ് പോയത്. അവരൊക്കെ ഉറങ്ങിക്കാണും. എനിക്കൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല. നാളെ രാവിലെ നോക്കാം. സോ അങ്ങനെയാണ്. പിന്നെ ഇന്ന് എന്തൊക്കെയാണ് മേടിച്ചു എന്ന് ചോദിച്ചാൽ, പില്ലോ മേടിച്ചു, ഹാങ്ങർ മേടിച്ചു, ബ്ലാങ്കറ്റ് മേടിച്ചു. പിന്നെ ഞങ്ങൾ ഷെയർ ഇട്ട് കുറച്ച് സോക്സ് മേടിച്ചു. കോളേജിലത്തേക്ക് പോകുന്നത് അല്ലേ. പിന്നെ ഞാനൊരു ചെറിയൊരു ഫ്രെയിം മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫോട്ടോ വെക്കാനായിട്ട്. പിന്നെ എന്താ മേടിച്ചത്? പിന്നെ ചപ്പാത്തി മേടിച്ചു. പിന്നെ എന്താ മേടിച്ചത്? പിന്നെ ഒന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.